അടിപൊളി പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. പറയിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. സാറായാലും പൃഥ്വി സാറിന്റെ ഡയറക്ഷൻ ആയാലും സാറിന്റെ മ്യൂസിക് ആയാലും എന്തായാലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫിലെ ട്രാൻസ്മിഷൻ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അത് നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം വരും. അത് കാണുമ്പോഴത്തേക്ക് സാറിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടും. അത് കാണുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന സിനിമ നമ്മൾ ഇന്റർവെല്ലിന് ശേഷമായാലും ഇന്റർവെൽ ശേഷം നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴായാലും നമുക്കൊരു സെക്കൻഡ് നമുക്കൊരു വിങ്ങൽ നമുക്ക് ഉണ്ടാവും. അത് ആ ഒരു സിനിമ അത്രയ്ക്ക് നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് പറയണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മ്യൂസിക് അത് സിനിമയുടെ സോള് തന്നെയാണ് ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫീൽ ചെയ്യത്തില്ല, ഡയലോഗ്സ് ഇല്ല കാരണം അത്രയ്ക്ക് നമ്മൾ ആ ഫീലിംഗ്, കാരണം നമ്മൾ ശ്രദ്ധിക്കൂല, കാരണം ആ ഒരു ഡയലോഗ് കുറവാണ്. കാരണം അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ്സിന് മുന്നിൽ നമ്മൾ ആ സിനിമയോട്ട് ഫുള്ളായിട്ട് നമ്മളങ്ങ് ഇറങ്ങും. അത്രയ്ക്കാണ് ആ സിനിമ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ അതൊരു മൈനസ് നമുക്കൊന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു രാജപ്പാട് ബ്ലസ്സിനുള്ള ഡയറക്ടറിന്റെ ഡെഡിക്കേഷൻ ഇത് ബ്ലസ്സി തന്നെയാണ് ഇത്ര ഡെഡിക്കേഷൻ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഉണ്ട്. എടുത്തു പറയാൻ ടെക്നിക്കലി എല്ലാ സൗണ്ടാണ്, സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആയാലും. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞൊരു കവർട്ടഡ് ഫിലിം മേക്കറിൻ്റെ എല്ലാ ഇതും ആ പടത്തിൽ കാണുന്നത്. ടെക്നിക്കലി നല്ല സൗണ്ടാണ്. പിന്നെ ഇന്റർനാഷണലി മലയാളത്തിൻ്റെ ഒരു സിനിമയാണെന്ന് കാണിക്കാൻ പറ്റും. നല്ല സിനിമ. എങ്ങനെ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജിന് ഒരു ഓസ്കാർ വേണമെങ്കിൽ കൊടുക്കുക. അത്രയും നല്ല പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ. അത്രയും കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നതാണ് പറയാൻ. മറ്റേ ബോഡി മെയിൻ്റെനൻസ് ആയാലും ഒരു ഡിഫറെന്റ് മേക്കിംഗ് ആണ്. ഒരു ക്വാളിറ്റിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ട് നല്ല പൃഥ്വിരാജ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് ഫാൻസിന് വളരെ ഇഷ്ടപ്പെടും. കാരണം പൃഥ്വിരാജിൻ്റെ ഇത്രയും നല്ലൊരു ചിത്രം ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം ബോളിവുഡ് ലെവലിലുള്ള ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പിന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖം തോന്നും, വിഷമം തോന്നും. കാരണം ഇതിൽ ഒരുപാട് സീനുകൾ നമുക്ക് ആ ദയനീയതയുടെ അങ്ങ് അറ്റത്തെ ഒരു അവസ്ഥ വരെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ജോളി പടമല്ല, വളരെ സീരിയസ് ആയിട്ട് ഉള്ളൊരു മൂവിയാണ്. സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായി മേക്കിങ് കാര്യങ്ങളൊക്കെ? ആ ഒരു നോവൽ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ഇനി എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിയായാലും അതിൻ്റെ എല്ലാം നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അത് 100% വിഷ്വലി പ്ലസ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. ഉറപ്പായിട്ട് ഒരുപാട് അവാർഡ് വാങ്ങിച്ചു. സിനിമ തിയേറ്ററിൽ ഒന്നര വാച്ചാണ്. നോവല് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ ബോഡി കാണിക്കുന്ന സീനുണ്ട്. നല്ല രീതിയിലാണ് ആ വിഷ്വൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തിയേറ്ററിൽ വന്നേനെ വാച്ച് ചെയ്യണം. നല്ല രീതിയിൽ മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ക നോവൽ, ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. ആ പക്ക നോവൽ തന്നെ അവരെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ അതിലവർ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. തിയേറ്ററിൽ വന്നേനെ വാച്ച് ചെയ്യണം. അതിൽ വന്നില്ലെങ്കിൽ വേറെ നഷ്ടമാണ്. നമ്മൾ മലയാളത്തിൽ ഇതേപോലെ ഒരു ഓസ്കാർ ലെവലിലുള്ള രീതിയിലാണ് ഇത്തരം ചെയ്ത് വെച്ചിരിക്കുന്നത്. വന്നേനെ കാണാം. പടം 2 മണിക്കൂർ 53 മിനിറ്റ് എന്തോ ഉണ്ട്. അപ്പം അതിൽ ലാഗോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നു? പടം പോണ സ്ലോ പേസിൽ തന്നെയാണ്, അല്ലാതെ ഫാസ്റ്റ് പേസിലൊന്നുമില്ല. സ്ലോ പേസ് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ സ്ലോ പേസിൽ തന്നെയാണ്. പിന്നെ ആ ഒരു മനുഷ്യനെ അനുഭവിച്ച ആ നോവലിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് അത് തന്നെ പറ്റിയൊരു സിനിമ യഥാർത്ഥത്തിൽ ആ നോവൽ നമ്മൾ വായിക്കുന്ന ഫീൽ തന്നെ സിനിമയിൽ കിട്ടുന്നു. നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് എ ആർ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? പക്കയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഓരോ സ്ഥലത്ത് നല്ല രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സീൻ ബൈ സീൻ നല്ല രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത്. ആ ഫ്ലോയിൽ തന്നെ പോകും നമുക്ക് ആ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പൃഥ്വിരാജിന്റെ ഒക്കെ പെർഫോമൻസ് ഇങ്ങനെ കണ്ണു നിറയുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ട്രെയിലറിലെ 16 വർഷത്തെ ഇതിന്റെ ഈച്ച് ആൻഡ് എവരി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാരിട്ടേക്കുന്ന കോൺട്രിബ്യൂഷൻ
100% റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന ഞാനതിനാളല്ല. ഓക്കെ, പ്ലസ് സി എന്ന് പറഞ്ഞ കലാകാരൻ്റെ ഏറ്റവും മികച്ച ശിക്ഷ കണ്ടു തന്നെ മനസ്സിലാക്കാം. ബാക്ക് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു? ഒരു മിനിറ്റ് പ്ലസ് സി ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായോ? നല്ല നല്ല മൂവിയായിരുന്നു. പൃഥ്വിരാജിന്റെ ഒരു പെർഫോമൻസും. ഞാൻ പൃഥ്വിരാജിനെ കണ്ടില്ല, അവിടെ നജീബിനെ മാത്രമേ സ്ക്രീനിൽ കണ്ടുള്ളൂ. ആ ഒരു അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എ ആർ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ആ ഒരു മ്യൂസിക്കാണ് കുറച്ചും കൂടി നമ്മളെ മൂവിയിലേക്ക് നമ്മളെ കുറച്ചും കൂടി ആ ഒരു ഇത് ആസ്വദിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതും ആ ഒരു മ്യൂസിക് തന്നെയാണ്. കണ്ണ് നിറയുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജുവിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ മേക്കിംഗ് നല്ല മേക്കിംഗ് എങ്ങനെ രാജുവിന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, വാക്കുകളിലൂടെ പറയാനുള്ളതല്ല, കണ്ടു നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ എല്ലാം സ്റ്റാറ്റസ് ഇടുന്നതാണ്. ഒരു 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 ടൈറ്റിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാര്യം നമ്മൾ ഇടാൻ പാടില്ല, നേരത്തെ തന്നെ കാണണം. മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വാക്കുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങൾ കാണുക, അത്രയും പറയാൻ എന്താ പറയാ. സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെ രാജുവിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെയുണ്ട് പടം? എങ്ങനെ രാജുവിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. നല്ല ബോഡിയൊക്കെ വർക്കൗട്ട് ചെയ്താണ് ഈ സിനിമ. അപ്പൊ അതൊക്കെ വന്നപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. എപ്പിക് മൂവിയാണ്. എങ്ങനെ പൃഥ്വിരാജിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാണേണ്ടതാണ്. സിനിമ എങ്ങനെയുണ്ട്? നല്ല സിനിമ. പടമാണെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു സംഭവം.